വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. ഇന്നലെ ഒരു അത്ഭുത സംഭവം കണ്ടു ഗൈസ്. നമ്മുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഒരു ഓണർ അല്ലെങ്കിൽ ഒരു പാർട്ട് ഓണർ വന്നിട്ട് ക്ലബിനെ കുറിച്ച് സംസാരിക്കുന്നു, സ്റ്റേഡിയം പ്ലാനിനെ കുറിച്ച് സംസാരിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ഭയങ്കര അത്ഭുതമായി പോയി. കാരണം നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. ഈ ജോയലും അവറാം ഇത്രയും കാലം ഓണേഴ്സായിട്ടിരുന്നിട്ട് ഒരു 2 മിനിറ്റ് ഫുട്ബോളിനെ കുറിച്ച് എന്തെങ്കിലും പറയണ കണ്ടിട്ടുണ്ടാവില്ല. കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല. പുള്ളിക്കാരൻ ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അവർ പറയാറ്. ഇപ്പം എന്തായാലും വളരെ നോളജബിൾ ആയിട്ടുള്ള ഒരാൾ, ഒത്തിരി കാലം ഫുട്ബോൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ബാക്കി സ്ഥലങ്ങളിലൊക്കെ പോയി എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഒരാളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതൊരു ബ്രത്ത് ഓഫ് ഫ്രഷ് എയർ തന്നെയായിരുന്നു. എന്തായാലും പുള്ളിക്കാരൻ്റെ 2 ഇൻ്റർവ്യൂകളാണ് ഇന്നലെ വന്നത്. ഒന്ന് 2 ആണോ 3 ആണോ. അപ്പോൾ എന്തായാലും മാൻ യുണൈറ്റഡിൻ്റെ ഒരു ഒഫീഷ്യൽ ഇൻ്റർവ്യൂ വന്നു, അതുപോലെ തന്നെ ഡെയിലി മെയിലിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായി, BBC-യുടെ ഇൻ്റർവ്യൂ ഉണ്ടായി. അപ്പോൾ അങ്ങനെ 2-3 ഇൻ്റർവ്യൂകളിലൊക്കെ ഒരുമിച്ച് വന്നു. അപ്പോൾ അതിൻ്റെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരി കണ്ടൻറ്റുകൾ കണ്ടത്. റൊമാനോ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ മറ്റു പല ജേർണലിസ്റ്റുകൾ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അതിനകത്തുള്ള ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. മേസൺ ഗ്രീൻവുഡിൻ്റെ സിറ്റുവേഷൻ പറയുന്നുണ്ട്, സ്റ്റേഡിയത്തിൽ പ്ലാനെ കുറിച്ച് പറയുന്നുണ്ട്, സ്റ്റൈൽ ഓഫ് പ്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഷെയ്ഖ് ജാസിമിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ എനിവേ നമുക്ക് ഫുട്ബോളിങ് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ സ്റ്റൈൽ ഓഫ് പ്ലേനെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി എല്ലാവർക്കും അറിയാവുന്ന കാര്യം, അല്ലെങ്കിൽ ബേസിക്കലി ഫുട്ബോൾ കുറച്ച് വർഷങ്ങളായിട്ട് കാണുന്ന ഏതൊരാൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു ഡിഫെൻസീവ് മാനേജറിൽ നിന്ന് ഒരു പെപ് ഗാർഡിയോള സ്റ്റൈൽ മാനേജറിലേക്ക് പോയി കഴിഞ്ഞാൽ നിലവിലുള്ള അവിടെയുള്ള പ്ലെയേഴ്സിന് ആ ഒരു സ്റ്റൈലിന് സൂട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ അവരെ മാറ്റേണ്ടി വരും. ഇപ്പം നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാൻ ഹാൽ, അതിനുശേഷം മൊറീഞ്ഞോ, പിന്നെ അതിനുശേഷം ഓലെ, പിന്നെ അതിനുശേഷം റാഗ്നിക്ക്, ടെൻ ഹാഗ്. അപ്പോൾ അങ്ങനെ പല പല സ്റ്റൈലിലുള്ള മാനേജേഴ്സാണ് നമ്മുടെ ക്ലബ്ബിലുണ്ടായിരുന്നത്. അപ്പോൾ ഇത് റാഗ്നിക്ക് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. ചില പ്ലെയേഴ്സ് കൗണ്ടർ പ്രസ്സിങ്ങിന് പറ്റിയ പ്ലെയേഴ്സാണ്, ചില പ്ലെയേഴ്സ് പൊസിഷൻ ഫുട്ബോളിന് പറ്റിയ പ്ലെയേഴ്സാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം നമുക്ക് വർഷങ്ങളായിട്ടുണ്ട് റിക്രൂട്ട്മെൻറ്റ് സൈഡിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ ആ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക, ഒരു നല്ല എൻവയോൺമെൻറ്റ് ക്ലബ്ബിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എന്തായാലും ക്ലബിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേ എന്നുള്ളത് CEO, സ്പോർട്ടിംഗ് ഡയറക്ടർ, അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് ഗായ്സ്, അതുപോലെ ക്ലബ്ബ് ഓവറോൾ അതിൻ്റെ തലപ്പത്തുള്ള ആൾക്കാരാണ് ഒരു തീരുമാനം എടുക്കുക. ഈ ജോസെ മറിഞ്ഞ ടു പെപ് ഗാർഡിയോള സ്റ്റൈൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളൊരു സ്വിച്ചിങ് ഒന്നും ഇനി ഉണ്ടാവില്ല. നമ്മളൊരു സംഭവം ആദ്യമേ പ്ലാൻ ചെയ്യും. ഇപ്പോൾ കൗണ്ടർ പ്രസ്സിങ്ങോ അല്ലെങ്കിൽ ക്ലോപ്പിൻ്റെ സ്റ്റൈൽ ഫുട്ബോളാണ് കളിക്കണമെങ്കിൽ ആ ഒരു സംഭവം ഇനീഷ്യലി പ്ലാൻ ചെയ്തതിന് ശേഷം ക്ലബിൻ്റെ റിക്രൂട്ട്മെൻറ്റും അക്കാഡമി ലെവലിലുള്ള കാര്യങ്ങളും എല്ലാം ആ ഒരു രീതിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിവർപൂളും മാൻ സിറ്റിയും നമ്മളെക്കാൾ ഒത്തിരി മുൻപിലാണ്. അപ്പോൾ അവരുടെ നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്ക് ദം ഔട്ട് ഓഫ് ദെയർ പെർച്ച് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഡയലോഗ് പണ്ട് ഫെർജി പറഞ്ഞതാണ്, ലിവർപൂളിനെ നോക്ക് ദം ഔട്ട് ഓഫ് ദെയർ പെർച്ച് എന്നുള്ള കാര്യം. കാരണം ആ സമയത്ത് അല്ലെങ്കിൽ ഫെർജി ചാർജ് എടുത്ത സമയത്ത് 7 ലീഗ് ടൈറ്റിലായിരുന്നു നമുക്കുണ്ടായത്. ലിവർപൂളാണെങ്കിൽ 19 എണ്ണം ഉണ്ടായി. അപ്പോൾ ഫെർജി അവരെ ഓവർടേക്ക് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, വർഷങ്ങളോളം ലിവർപൂളിനെ ഒതുക്കിയിട്ടു എന്നുള്ളതാണ്. ഇപ്പം എന്തായാലും ആ ഒരു രീതിയിലേക്ക് ഇനി മാറുമെന്ന് തോന്നുന്നില്ല. കാരണം മാൻ സിറ്റി ആണെങ്കിലും ലിവർപൂൾ ആണെങ്കിലും നമ്മളാണെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന പോലെ പ്ലാനുകളൊക്കെ വർക്ക് ആവുകയാണെങ്കിൽ ഈക്വലി സ്ട്രോങ് ആയിരിക്കും. നമ്മളൊരു 10-20 കൊല്ലം ഡോമിനേറ്റ് ചെയ്ത പോലെ അങ്ങനെ ഡോമിനേഷനൊന്നും, അങ്ങനത്തെ ഒരു പീരീഡൊന്നും നമുക്കിനി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബാറ്റിലായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ആഴ്സണലുണ്ട്, ചെൽസിയൊക്കെ ചിലപ്പോൾ നന്നായി വരാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ESL സംഭവിക്കുന്ന പോലെ മാറി മാറി വിന്നേഴ്സ് വന്നേക്കാം. അപ്പോൾ എന്തായാലും ഒരു 2-3 കൊല്ലം കൊണ്ടാണ്, 2-3 സീസൺ കൊണ്ടാണ് ആ ലെവലിലേക്കൊക്കെ എത്തുള്ളൂ. അടുത്തൊരു സീസണിലൊന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് അദ്ദേഹം മെയിനായിട്ട് ആദ്യം പറഞ്ഞ കാര്യം. അതുപോലെ ലാവിഷായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല, റൈറ്റ് പ്ലെയേഴ്സിന് അറ്റ് ദി റൈറ്റ് ടൈം അതൊക്കെയാണ് നോക്കുന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അതുപോലെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മേസൺ ഗ്രീൻവുഡ് സിറ്റുവേഷൻ. അപ്പോൾ മേസൺ ഗ്രീൻവുഡിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് ഒരു ഫ്രഷ് ഡിസിഷൻ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പോൾ അദ്ദേഹം മേസൺ ഗ്രീൻവുഡിനെ അനുകൂലിക്കുന്ന പോലെയെന്ന് തോന്നി. അതുപോലെ തന്നെ PR-ൻ്റെ ഒരു സൈഡ് കൂടി നോക്കുമെന്നുള്ള കാര്യം തോന്നി. ഫാൻസിൻ്റെ ഡിസിഷനെ വിടും എന്നുള്ള രീതിയിലും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ മെജോറിറ്റി ഫാൻസിനും അദ്ദേഹം തിരിച്ചു വരണമെന്ന് ആഗ്രഹമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിലുള്ള ഫാൻസിന് മെജോറിറ്റിക്കും ഗ്രീൻവുഡിനെ തിരിച്ചെടുക്കാൻ താല്പര്യമില്ല. ഓൺലൈൻ ഫാൻ ബേസിനാണ് ഗ്രീൻവുഡിനെ തിരിച്ചെടുക്കാൻ താല്പര്യം, എസ്പെഷ്യലി ഏഷ്യ, ആഫ്രിക്ക എന്നുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഡിസിഷൻ എടുക്കുക. അപ്പോൾ ഗ്രീൻവുഡിനെ തിരിച്ചെടുത്താൽ ചിലപ്പോൾ അത് വലിയൊരു PR ഡൗൺഫാൾ ആയിരിക്കും. ഇപ്പോൾ നിലവിൽ ഇനിയോസ് ചെയ്യുന്ന കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം
കറക്റ്റായിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ പറയുന്നത്, കറക്റ്റ് രീതിയിലാണ് അപ്പോയിൻമെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തലവേദന അവരെടുത്ത് തലയിൽ വെക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ ഗ്രീൻവുഡിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒഴിവാക്കി, അത്രേ ഉള്ളൂ. ഗ്രീൻവുഡ് പോയി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ക്ലബ്ബിലേക്ക് പോയി. അപ്പോൾ വെറുതെ ആ ഒരു തലവേദന എടുത്ത് തലയിൽ വെക്കണമെന്നുള്ള കാര്യവും ചിലപ്പോൾ ഇവർ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണൽ ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻവുഡ് തിരിച്ച് ക്ലബ്ബിലേക്ക് വരില്ല എന്നുള്ളത് തന്നെയാണ്, കളിക്കില്ല എന്നുള്ളത് തന്നെയാണ് യുണൈറ്റഡിന് വേണ്ടിയിട്ട്. സോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടിടുക. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റേഡിയം പ്ലാനിനെ കുറിച്ച് പറഞ്ഞത് ഐഡിയലി ഒരു പുതിയ സ്റ്റേഡിയം, ഒരു ഫ്രഷ് സ്റ്റേഡിയം പണിയാന്നുള്ളതാണ് പ്ലാൻ. അപ്പോൾ അതുപോലെ പുതുക്കി പണിയാനൊക്കെ ഏതാണ്ട് $1 ബില്യൺ ചിലവൊക്കെ ആവും. അപ്പോൾ അതുപോലെ റെയിൽവേ, യുണൈറ്റഡിൻ്റെ ആ ഒരു ചെറിയ സ്റ്റാൻഡുള്ള സ്ഥലമുണ്ടല്ലോ, അതിൻ്റെ തൊട്ട് പുറകിൽ ഒരു റെയിൽവേ ലൈൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇട്ട് പുതുക്കി പണിത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് കുറച്ച് വിഷയമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിലൊരു പുതിയതായിട്ടൊരു സ്റ്റേഡിയം കുറച്ചും കൂടി നീക്കിയിട്ട് പണിയുവാണെങ്കിൽ അതായിരിക്കും ഐഡിയൽ സിനാരിയോ. അപ്പോൾ ഒരു പുതിയ സ്റ്റേഡിയം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നോർത്ത് ഓഫ് ഇംഗ്ലണ്ടിലൊരു കിഡിലൻ സ്റ്റേഡിയം, ഒരു കിഡിലോൽസ്കി സ്റ്റേഡിയത്തിൻ്റെ കാര്യമൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ നിലവിലെ സ്റ്റേഡിയം കച്ചറ എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു. 20 കൊല്ലം മുമ്പ് നല്ലതായിരുന്നു, പക്ഷേ ഇപ്പോൾ നല്ലതല്ല എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഷെയ്ഖ് ജസീമിൻ്റെ കാര്യം ചോദിച്ചു. അപ്പോൾ ഷെയ്ഖ് ജസീമിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അങ്ങനെ ഒരാളെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും സംശയമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഗ്ലേസേഴ്സ് കണ്ടിട്ടില്ല, അദ്ദേഹം കണ്ടിട്ടില്ല, ആരും ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. അപ്പോൾ അതാണ് അദ്ദേഹം ഓവറോൾ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ടോപ്പ് ഓഫ് യൂറോപ്പും ടോപ്പ് ഓഫ് ഇംഗ്ലണ്ടും ആ രീതിയിലേക്കൊക്കെ ക്ലബിന് മാറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ വാഗ്ദാനം പോലെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. നമ്മൾ ഈ റിച്ചാർഡ് ആർണോൾഡും അതുപോലെ തന്നെ എഡ്വേർഡ് വാർഡൊക്കെ ഇതൊക്കെയാണ് പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പക്ഷേ അതൊന്നും നമുക്ക് ഫലവത്തായിട്ടില്ല. അൾട്ടിമേറ്റ്ലി ക്ലബിലുള്ള എൻവയോൺമെൻറ്റും അതുപോലെ തന്നെ പേഴ്സണൽസൊക്കെ മാറിയാലാണ് ആ ഒരു കാര്യത്തിലേക്ക് സംഭവിക്കുകയുള്ളൂ. നമ്മൾ വർഷങ്ങളായിട്ട് പറയുന്നതാണ്. ഇപ്പോൾ എന്തായാലും ആ ഒരു രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്, വിച്ച് ഈസ് ഗുഡ്. അപ്പോൾ എന്തായി തീരും എന്നുള്ള കാര്യം നമുക്ക് 100% സക്സസ് ആവുമെന്ന് ഒരു കാര്യത്തെക്കുറിച്ചും പറയാൻ പറ്റില്ല. അപ്പോൾ അത് തന്നെയാണ് ജിമ്മും പറയുന്നത്. അപ്പോൾ ഒരു കാര്യവും നമുക്ക് 100% സക്സസ് ആവുമെന്ന് ലൈഫിൽ പറയാൻ പറ്റില്ല. പക്ഷേ സക്സസ് ആയിക്കഴിഞ്ഞാൽ അത് നമുക്കെല്ലാവരും ഗുണമായിരിക്കും. സോ വാട്ട് ഡു യു ഗൈസ് തിങ്ക് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.